ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ അർജുനെ കണ്ടെത്താൻ കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും എത്തി. ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയസമ്പത്തും ഉള്ളവരാണ് ഇവർ. സന്തോഷ് ചേരുന്നു. സന്തോഷ്, എപ്പോഴാണ് ഈ മാൽപ്പ പ്രവർത്തനം ആരംഭിക്കുക, അദ്ദേഹത്തിൻ്റെ ദൗത്യം ആരംഭിക്കുക? ഷമ്മി, ഈ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതിയാണ് ഇവിടെ മാൽപ്പയിൽ നിന്നുള്ള ഉടുപ്പി മാൽപ്പയിൽ നിന്നുള്ള 8 അംഗ സംഘം, ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള 8 അംഗ സംഘം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, ഈ ദൗത്യത്തിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഇവരുടെ ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് ആഴമുള്ള ഒഴുക്കുള്ള നദികളിലെല്ലാം തന്നെ മുങ്ങി പരിചയമുള്ള മത്സ്യ തൊഴിലാളികളാണ് ഇവർ. ഈ സംഘം പല സ്ഥലങ്ങളിൽ, കർണാടകയുടെ തന്നെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആഴമുള്ള നദികളിൽ, ഒഴുക്കുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മുങ്ങിത്തപ്പി പരിചയമുള്ളവരാണ്. മറ്റ് പല ദൗത്യങ്ങളിലും പങ്കെടുത്തവരാണ്. ഇന്നലെ വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് അവരുടെ ഈ സേവനം പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയും ഉത്തര കന്നഡ SP ഈ സംഘത്തോട് ഇവിടെ എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. രാവിലെ തന്നെ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യത്തിന്റെ ഭാഗമാകും. പക്ഷേ അതിനായി ഇവിടെ ഒരു ടഗ് ബോട്ട് സംവിധാനം എത്തിക്കേണ്ടതുണ്ട്. ടഗ് ബോട്ട് എന്ന് പറയുന്നത് ഈ നദിയിൽ നങ്കൂരമിടാൻ ശേഷിയുള്ള, നങ്കൂരമിട്ട് നിലയുറപ്പിക്കാൻ ശേഷിയുള്ള ബോട്ടാണ് ടഗ് ബോട്ട്. ആ ടഗ് ബോട്ട് എത്തിയതിനു ശേഷം, നദിയിൽ നങ്കൂരമിട്ട് ഉറപ്പിച്ചതിന് ശേഷം അവിടെ നിന്നായിരിക്കും താഴേക്ക് നങ്കൂരമിറക്കി അതുവഴി ഈ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാൻ ശ്രമിക്കുക. നേരിട്ട് വെള്ളത്തിലേക്ക് ഊളിയിടാൻ ഈ അവസരത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ടഗ് ബോട്ടിൽ ഒരു പിന്തുണയോടുകൂടി താഴേക്ക്, അതിൻ്റെ ആങ്കറിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ സംഘത്തിൻ്റെ തലവൻ ഈശ്വർ മാൽപ്പയുമായി നമ്മൾ സംസാരിച്ചിരുന്നു നേരത്തെ, അത് കൈരളി ന്യൂസ് നൽകിയതാണ്. അദ്ദേഹം വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ഈ അടിയൊഴുക്ക് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും മുങ്ങി പരിശോധന നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ, ഈ ഈശ്വർ മാൽപ്പെ പറഞ്ഞ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മുങ്ങുന്നതിൽ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങുന്നതിൽ പ്രയാസമില്ല, പക്ഷേ വിസിബിലിറ്റി വളരെ കുറവാണ്. ഈ പുഴ കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. അതുകൊണ്ട് ഒന്നും കാണാൻ കഴിയില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് തൊട്ടു നോക്കി, സ്പർശിച്ച് നോക്കിയാൽ മാത്രമേ അവിടെയുള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയൂ. പക്ഷേ സ്വാഭാവികമായിട്ടും ട്രക്കോ മറ്റോ ആണെങ്കിൽ നമുക്ക് അത് സ്പർശിച്ച് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും. പുഴ തെളിയാതെ നമുക്ക് വിസിബിലിറ്റി ഇല്ലാതെ നേരിട്ട് അത് കാണാൻ കഴിയില്ല. എങ്കിലും ഈ പറയുന്ന രീതിയിൽ പരമാവധി ശ്രമം നടത്തും എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പയും സംഘവും അറിയിച്ചിട്ടുള്ളത്. ടഗ് ബോട്ട് ഉച്ചയോടുകൂടി എത്തും. അതിന് പിന്നാലെ തന്നെ ഇത് ആങ്കർ ചെയ്ത് നങ്കൂരമിട്ട് ഈ പറയുന്ന ദൗത്യത്തിലേക്ക് കടക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഗതി. മറ്റൊന്ന്, ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. രാവിലെ തന്നെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഉൾപ്പെട്ട ഈ ഉന്നതതല യോഗത്തിൽ വെച്ച് ഈ കളക്ടർ, അതോടൊപ്പം തന്നെ കർണാടകയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില പുരോഗതികൾ ഉണ്ടായത്, ഒന്ന്, ഈ ഇന്നലെ യോഗ തീരുമാനമെടുത്തത് ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഇവിടേക്ക് എത്തിക്കുന്നതിനായിരുന്നു. രാവിലെ തന്നെ അത് എത്തിക്കും എന്നുള്ള തീരുമാനമെടുത്താണ് ഇന്നലെ യോഗം പിരിഞ്ഞത്. രാത്രി വരെയും ആ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. എന്നാൽ ഇന്ന് രാവിലെ ഈ ഉന്നതതല യോഗത്തിൽ വെച്ച് കലക്ടർ റിപ്പോർട്ട് ചെയ്തത്, ആ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കുന്നതിൽ പ്രയാസമുണ്ട്, സാങ്കേതിക തടസ്സമുണ്ട്, അതുകൊണ്ട് ആ നീക്കം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് പകരമാണ് ടഗ് ബോട്ട് എത്തിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിശക്തമായ സമ്മർദ്ദം തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, ആ നീക്കം ഉപേക്ഷിക്കാൻ പാടില്ല, അത് ഉന്നതതല യോഗം എടുത്ത തീരുമാനമാണ്, അതിൽ ഒരു തരത്തിലും പിന്നോക്കം പോകാൻ പാടില്ല, ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ നിർബന്ധമായും എത്തിക്കണം എന്നുള്ള ആവശ്യം ഈ യോഗത്തിൽ വെച്ച് ഉന്നയിച്ചു. അങ്ങനെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായി മന്ത്രിമാർ ഈ യോഗം നടന്നുകൊണ്ടിരിക്കെ തന്നെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം വീണ്ടും കർണാടക ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം. അത് ഇന്നിനി ഏതായാലും കഴിയില്ല. രാത്രിയോടുകൂടിയോ നാളെ രാവിലെയോ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുന്നു. ദൗത്യം ഉപേക്ഷിച്ചു എന്നുള്ളതിനെ മയപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിൽ ഈ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി വീണ്ടും ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ, അതായത് നദി ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കാൻ ശേഷിയുള്ള പ്രതലം, അതാണ് ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എന്ന് പറയുന്നത്, അത് എത്തിക്കാനുള്ള ശ്രമം വീണ്ടും ആരംഭിച്ചത്. രാജസ്ഥാനിൽ നിന്ന് അതിൻ്റെ ടെക്നീഷ്യന്മാർ വരേണ്ടതുണ്ട്. കാർവാറിൽ നിന്നാണ് ഇതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ വരേണ്ടത്. അതൊരുപക്ഷേ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി എത്തിക്കാൻ കഴിയുമെന്നാണ് അവസാനമായി ഈ മന്ത്രിമാർക്ക് ഇവിടെയുള്ള ജില്ലാ ഭരണകൂടം, കളക്ടർ ഉൾപ്പെടെ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതാണ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പുരോഗതി.
പിന്നീടുള്ളത് അവിടെ നടക്കുന്ന ദൗത്യത്തെ സംബന്ധിച്ചാണ്. ദൗത്യം ഇന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. ഒരു തരത്തിലുള്ള പുരോഗതിയും ദൗത്യത്തിന് ഇന്ന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി ഇന്ന് നടന്നിട്ടില്ല. ഈ നാവികസേനയുടെ വിദഗ്ധർ ബോട്ടിലിറങ്ങിയിട്ടില്ല. അതേസമയം തന്നെ ചില ഘട്ടങ്ങളിൽ അടിയൊഴുക്ക് പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. ഏറ്റവും അവസാനമായി ലഭിച്ചത് അവിടെയുള്ള അടിയൊഴുക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് 6.8 നോട്ട്സ് ആണ്. അത് ഇന്നലെ വൈകുന്നേരം അത് 7 വരെ ഉണ്ടായിരുന്നു. വളരെ ചെറിയ നേരിയ കുറവ് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അതും അതിശക്തമായ അടിയൊഴുക്ക് തന്നെയാണ്. ഈ പറയുന്ന 3 നോട്ട്സിലേക്ക് എത്തുക എന്നുള്ളത് തീർത്തും അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദൗത്യം, നാവികസേനയുടെ ദൗത്യം അനിശ്ചിതമായി പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യോഗത്തിൽ വെച്ച് തന്നെ, യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നാവികസേനയിലെ കർണാടകയിലൂടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഉദ്യോഗസ്ഥനെ മന്ത്രി മുഹമ്മദ് റിയാസ് ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചത് ഈ മുങ്ങൽ വിദഗ്ധരല്ലാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ, ഒന്നുകിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഈ നേവൽ ബേസിൽ നിന്നും കുറച്ചുകൂടി പരിശീലനം സിദ്ധിച്ച വിദഗ്ധരെ എത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതിന് ഈ ഉദ്യോഗസ്ഥൻ, നാവികസേന ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി, എല്ലാ സ്ഥലത്തും ഏകോപനം വരുത്തുവാനായി മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിൽ തന്നെ തങ്ങുകയാണ്. ഇപ്പോൾ എല്ലാ കണ്ണുകളും ഈശ്വർ മാൽപ്പയിലേക്ക് പോകുന്നു. അദ്ദേഹം ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാം എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിനുവേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോൾ അവിടെ. വിവരങ്ങൾ നൽകിയത് സന്തോഷ്.